ഇറാനിൽ മൊസാദ് സംഘത്തെ കൂട്ടത്തോടെ IRGC പിടികൂടി കൂട്ടിലടിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ പത്രമായിരിക്കുന്ന ഇർന റിപ്പോർട്ട് ചെയ്തത്. വളരെ ആഹ്ലാദത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും അമേരിക്കക്കെതിരെ യുദ്ധത്തിന് ഇറാൻ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന സർവ്വമേഖലയും ഇപ്പോൾ ജയിൽ പരപ്പിനുള്ളിലാണ് എന്നുള്ളതാണ്. ഞങ്ങൾ അവരെ പിടികൂടിയിരിക്കുന്നു, എന്നിട്ട് കൂട്ടിലടിച്ചിരിക്കുന്നു, കൈയും കാലും ബന്ധിച്ചിരിക്കുന്നു, അതിൽ ചിലരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു, ചിലർ വിചാരണ തടവുകാരെ കഴിയുന്നു, ചിലർ വധശിക്ഷയ്ക്ക് വിധി വന്നുകൊണ്ട് അതിൻ്റെ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമാണ് മൊസാദ് സംഘത്തെ പിടികൂടുകയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നത്. ആഭ്യന്തര കലാപം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 3000-ലധികം മൊസാദ് സംഘത്തെ പിടികൂടിയ റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഇതിൽ നല്ലൊരു സംഘം ഇസ്രായേലിൽ നിന്നോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ നുഴഞ്ഞു കയറിയതാണ് എന്ന് പറയുന്നു. പല വ്യക്തികൾക്കും ഒറിജിനൽ പാസ്പോർട്ട് തന്നെ ഇല്ല. മറ്റ് രാജ്യത്തെ പാസ്പോർട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ നിന്നോ മറ്റോ, ഒരുപക്ഷെ അസർബൈജാനിൽ നിന്നാവാം, അതല്ലെങ്കിൽ ഇവിടെ പാകിസ്ഥാനിൽ നിന്നാവാം, അങ്ങനെ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന പല ഭാഗങ്ങളിൽ നിന്നും ഈ മേഖലയിലേക്ക് വന്നതാണ് എന്ന് സംശയിക്കുന്നു. രണ്ട് പ്രശ്നം ഇറാനെ കാതലായിട്ട് ബാധിച്ചതാണ്, അല്ലെങ്കിൽ മുറിവേറ്റതാണ് എന്നൊക്കെ പറയാൻ പറ്റും. അത് ഒന്ന്, കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം. അവിടുന്ന് തുടങ്ങുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ വധിക്കുക എന്നുള്ളത് ഇറാൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് ഔദ്യോഗികമായും പരസ്യമായും ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 18 രാഷ്ട്രത്തിലെ ഏറ്റവും ഉന്നതരെ വധിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിൽ ഒന്നാമൻ ഡൊണാൾഡ് ട്രംപാണ്. അയാളെ വധിച്ചുകൊണ്ട് ഞങ്ങളത് ആരംഭിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഈ പറയപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമേരിക്ക വലിയ തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. മസ്തിഷ്ക ആഘാതമായിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം ഇറാൻ്റെ ശക്തി ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. ഇപ്പോൾ ഇറാൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2023-24 കാലഘട്ടത്തിൽ ഹമാസുമായിട്ട് യുദ്ധം രൂക്ഷമായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ 4ാമത്തെ നിലയിലോ മറ്റോ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാൻ മിസൈൽ പായിച്ചുകൊണ്ടോ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ടോ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം അതിന് തലേ ദിവസം ഇറാൻ്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖംനായുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. വിശിഷ്ട അതിഥിയായിട്ടാണ് അവിടെ എത്തിയത്. ആ അതിഥിയെ കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഘാതമായി. തങ്ങളെ ക്ഷണിച്ചിട്ട് എത്തിയിരിക്കുന്ന അതിഥിയെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിൻ്റെ നിരാശ ഇറാനുണ്ടായിരുന്നു. ഇറാൻ ആ സമയത്ത് IRGC അടക്കമുള്ള സംഘം ആ സമയത്ത് ഒരു അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൽ നമ്മൾക്കിടയിൽ ആരെങ്കിലും ഒറ്റുകാരുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുള്ള അഭിപ്രായം വരികയും ചെയ്തു. അങ്ങനെ ഏകദേശം 100,000-ഓളം പുതിയൊരു സൈനിക സംവിധാനത്തെ തന്നെ നിർമ്മിച്ചു എന്നാണ് അന്ന് പറയപ്പെട്ടത്. മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ 100,000 സൈനികർക്ക് യൂണിഫോം ഇല്ലാത്ത രീതിയിൽ CID മോഡൽ അതീവ രഹസ്യമായിരിക്കുന്ന സൈനിക സംവിധാനമായിരിക്കും. അവർ നേരിട്ട് കൊണ്ട് ആ രാജ്യം ഭരിക്കുന്ന ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി ആണെങ്കിൽ അദ്ദേഹമുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് മകനായിരിക്കുന്ന മുജ്തബ ഖംനായുമായിട്ട് നേരിട്ടാണ് ഈ ബന്ധമുള്ളത്. അതുകൊണ്ട് സൈനികർക്ക് ഇവരിൽ ഇടപെടാനോ ഇവിടെ രഹസ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ സാധിക്കുകയില്ല. മാത്രമല്ല ഒരു യൂണിഫോമിലായിരിക്കില്ല, ഏത് വേഷത്തിൽ എങ്ങനെ വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. അതോടുകൂടി വലിയ സംവിധാനം ഉണ്ടായി. പിന്നീട് നടന്നത് ഫെബ്രുവരി 28 ഈ വർഷം അവരുടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ കൊലപ്പെടുത്തി.
കംനായെ കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് മൊസാദ് സംഘം സജീവമാണ്. കാര്യം അവർ ആ കൊലപ്പെടുത്തിയതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നത്, അവരുടെ പാർലമെൻറ്റിൽ അത് വായിച്ച് കേൾപ്പിച്ചത് പറയുന്നത് രാജ്യ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൻ്റെ പല മേഖലകളിലും ഗവൺമെൻറ് തലത്തിൽ സ്ഥാപിക്കപ്പെട്ടതും പ്രൈവറ്റ് തലത്തിൽ സ്ഥാപിക്കപ്പെട്ടതുമായിരിക്കുന്ന CCTVയുടെ രഹസ്യ വിവരങ്ങൾ ഇസ്രായേൽ ചോർത്തി അമേരിക്കക്ക് നൽകി എന്നുള്ളതാണ്. അങ്ങനെ ചോർത്തുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ആ പ്രദേശത്തിലൂടെ ഏതൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നുണ്ട്, കംനായി പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം ലഭിക്കാൻ വേണ്ടി സാധിക്കും. അതിനനുസരിച്ചുള്ള സംവിധാനം മൊസാദ് വിഭാഗത്തെ വെച്ച് ഇറാനിൽ അവരത് പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ രഹസ്യ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു, എന്നിട്ട് അവർ ഇസ്രായേലിന് കൊടുക്കുന്നു. ക്യാമറയിലുള്ള നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഇസ്രായേലിലേക്ക് ചോർത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചോർത്തൽ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതീവ രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടോ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടോ ചോർത്തിയതാണ് എന്ന് അനുമാനിക്കുന്നു. അപ്പോൾ കംനായി വരുന്ന സമയം അദ്ദേഹം അഭിസംബോധനം ചെയ്യുന്ന പാർലമെൻറ്റ് പോലെയുള്ള ആ സംവിധാനത്തിൻ്റെ പ്രദേശം നിലകൊള്ളുന്ന സ്ഥലം, ഇനി അദ്ദേഹം വിശ്രമത്തിലാണ് പോകുന്നതെങ്കിൽ എത്രാമത്തെ നിലയിലേക്ക് കയറും, എപ്പോഴാണ് കയറാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടുകൂടി ഇറാൻ റൂട്ട് മാറ്റിയിട്ടാണ് പിന്നെ സഞ്ചരിച്ചത്. പിന്നീട് മുൻകൈ നോക്കാതെ, മുന്നോട്ടോ പിറകോട്ടോ നോക്കാനില്ലാത്ത വിധം അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ കാണുന്നു. ഇപ്പോൾ വെടിനിർത്തലില്ല, പകരം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രസ്താവന മുജ്തബ കംനായുടേതായിട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനാണ്. അത് തങ്ങൾ വിട്ടു നൽകില്ല എന്ന് മാത്രമല്ല, അതിൽ ഇടപെടുന്നവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും തങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി പറയുന്നു. അപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയാണ് ഇതിന് മറുപടി പറഞ്ഞത്. തങ്ങൾ ട്രംപുമായിട്ട് ഒരു ചർച്ചയുമില്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ കാലം കഴിയുന്നവരെ തങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറയുന്നു. ട്രംപിൻ്റെ കാലം കഴിയണമെങ്കിൽ 2029 എത്തണം. നമ്മൾ 2026 ഇനിയും ഏകദേശം 3-4 വർഷം ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 വർഷവും യുദ്ധം ചെയ്യാൻ മാത്രം ഇറാൻ്റെ കൈവശത്തിൽ ആയുധങ്ങളും ശക്തികളും സൈനിക സംവിധാനവുമുണ്ട്. അത്തരം സംവിധാന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അവർ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ തന്നെ ഞങ്ങളുടെ നിലപാട് നിങ്ങൾ അംഗീകരിച്ചാൽ മതി, അപ്പോൾ തന്നെ പ്രശ്നം തീർന്നു. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപെടലും അമേരിക്ക ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ തങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും. അതാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നീങ്ങൂ എന്നുള്ളത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി നിലവിൽ ഇറാനിലാണുള്ളത്. പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചുരുക്കം. ട്രംപ് ഭയപ്പെട്ടു പോയത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ, യുദ്ധത്തിൻ്റെ മാരകമായിരിക്കുന്ന വേർഷൻ നേരിട്ട് കണ്ടത് ഡൊണാൾഡ് ട്രംപാണ്. മുൻ പ്രസിഡന്റുമാർക്കൊന്നും അത് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 2ാം ലോക യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ആണവസ്ഫോടനം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ട്രംപിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന അവസ്ഥാസ്ഥിതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. അതായത് ഒരു യുദ്ധത്തിൽ പൂർണ്ണമായ രീതിയിൽ അമേരിക്ക തോറ്റു എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഈ ഒരു യുദ്ധത്തിൽ മാത്രമാണ്. അതിപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക തോൽവി സമ്മതിച്ചുകൊണ്ട് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഇതിന് മുൻപ് അനുഭവ സ്ഥിതിയിൽ പറയാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ സ്വാധീനം സർവ്വ മേഖലയിലും അത്രത്തോളമാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്തു. ഇനി 2ാമത്തെ ഭാഗം പറയുന്ന സമയത്ത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവരുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ തകർക്കാൻ പാകത്തിലുള്ള മിസൈൽ നിർമ്മിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലും ഈ രീതിയിലുമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ ഇടപെട്ടത് എന്നുള്ളത് കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.